ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി സദാ കൊണ്ടു നടക്കുന്നതാണ് രാമൻ ആയുധങ്ങളെ. ധർമ്മ സംരക്ഷണമാണ്. വാൽമീകീയ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. ഒരിക്കലെങ്കിലും സമാശ്രയിക്കുന്നവർക്ക് സകല ഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയത്തെ കൊടുക്കുന്നു. ഇതെൻ്റെ വ്രതമാണ്. ധർമ്മ സംരക്ഷണം. നോക്കൂ, വനത്തിൽ വെച്ചൊരു നേരം പോക്കുണ്ടായി. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ അങ്ങനെ കഴിയുക പഞ്ചവടിയിൽ. അപ്പൊ സീതാദേവി പറഞ്ഞു, രാമ, എനിക്കൊരു വർത്തമാനം പറയാനുണ്ട്. എന്താ, പറഞ്ഞോളൂ. ഈ ആയുധം കൈവശം വെക്കുന്നവർക്ക് താനേ ശത്രുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് നീ ആയുധമൊക്കെ ഒന്ന് ഉപേക്ഷിക്കണം. നോക്കണേ, എന്തൊരു സീതാദേവി അത്. കാരണം സീത അതിന് മുമ്പേ കണ്ടിട്ടുണ്ട് തന്നെ ആക്രമിക്കാൻ വന്ന രാക്ഷസന്മാരെയൊക്കെ രാമൻ ശരിയാക്കിയത് ഈ ആയുധമുള്ളോണ്ടാ. എന്നിട്ട് അനുഭവിച്ചിട്ടും പറയുക ഇതൊക്കെ അങ്ങോട്ട് ഒഴിവായിക്കോളൂ. രാമൻ അന്ന് സീതയെ ഉപേക്ഷിക്കണം എന്നൊരു പദ്ധതിയുമില്ല. പക്ഷെ രാമൻ പറഞ്ഞു, സീതയെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കാം. ശ്രീരാമൻ അന്ന് ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ ഒരു പദ്ധതിയുമില്ല. രാമൻ തുടർന്ന് പറഞ്ഞു, സീതയെ, ഞാൻ വേണമെങ്കിൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കാം, എന്നാൽ ധർമ്മ സംരക്ഷണത്തിന് കൊണ്ടു നടക്കുന്ന ഈ ആയുധം ഞാൻ ഉപേക്ഷിക്കില്ല. അങ്ങനെ തന്നെയാണ് ഉണ്ടായതും. ആദ്യം സീതയെ ഉപേക്ഷിച്ചു, പിന്നെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും ആയുധം കൂടെ ഉണ്ടായിരുന്നു. അതാണ് രാമൻ ധർമ്മരക്ഷയ്ക്ക് കൊണ്ടു നടക്കുന്ന ആയുധം.